സിനിമാ സംഘടനയിലെ കൂട്ടരാജിയിൽ ഞെട്ടിയ മലയാളികൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കൊല്ലത്തേക്കാണ്. നടനും MLA-യുമായ M. മുകേഷ് എപ്പോൾ രാജിവെക്കുമെന്നാണ് ചോദ്യം. ലൈംഗികാരോപണം നേരിട്ട മുകേഷിന്റെ രാജിക്കായി UDF-ഉം BJP-യും മുറവിളി കൂട്ടുകയാണ്. എന്നാൽ പാർട്ടി അത്ര വേഗം മുകേഷിനെ കൈവിട്ട് കളയുമോ? എന്തായാലും CPM മുകേഷിനോട് നിയമസഭാംഗത്വം രാജിവെക്കാൻ ആവശ്യപ്പെടാനുള്ള ചാൻസ് വിരളമാണ്. പക്ഷേ പാർട്ടിയിലും ഇടതുപക്ഷത്തും അദ്ദേഹത്തിന്റെ നില ഭദ്രമല്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് 1.5 ലക്ഷം വോട്ടിന് പരാജയപ്പെട്ടതോടെ ജില്ലയിൽ CPM-ൽ മുകേഷിന്റെ നില പരുങ്ങലിലാണ്. അദ്ദേഹത്തിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുണ്ടായതിന് പിന്നാലെയാണ് ഈ ലൈംഗികാരോപണം വരുന്നത്. കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കും വരെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി ആവശ്യം പ്രസക്തമല്ലെന്നാണ് CPM നേതാക്കളുടെ ന്യായവാദം. പാർട്ടി അംഗമല്ലാത്തതിനാൽ പാർട്ടി തല അച്ചടക്ക നടപടികളും പ്രസക്തമല്ല. നിയമസഭയ്ക്ക് പിന്നാലെ ലോക്സഭയിലേക്കും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചതെങ്കിലും അംഗത്വത്തിന്റെ കാര്യത്തിൽ മുകേഷിന് ഇളവ് കൊടുത്തിരുന്നു. MLA-മാരായ എൽദോസ് കുന്നംപിള്ളിക്കും M. വിൻസെന്റിനും എതിരെ ഉയർന്ന ആരോപണങ്ങൾ കേസിൽ കലാശിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടപടികൾ എടുത്തിരുന്നു. എന്നാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. എൽദോസിന്റെ കാര്യത്തിൽ തീരുമാനം കോൺഗ്രസിന് വിടുന്നതെന്ന പ്രതികരണമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് നടത്തിയത്. വിൻസെന്റ് ഒഴിയണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു. CPM-ന്റെ തിരുവനന്തപുരത്തെ നേതൃത്വവും വിൻസെന്റിന്റെ രാജിക്കായി സമ്മർദ്ദം ചെലുത്തി. ഈ പശ്ചാത്തലത്തിലാണ് മുകേഷിന്റെ കാര്യം CPM തീരുമാനിക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടത്. ആക്ഷൻ ഓൺ ഹേമ റിപ്പോർട്ട് എന്ന പേരിൽ KPCC പ്രഖ്യാപിച്ച സമര പരിപാടിയുടെ മുദ്രാവാക്യങ്ങളിലും ആദ്യഘട്ടത്തിൽ മുകേഷിന്റെ രാജിയില്ലായിരുന്നു. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയപ്പോഴാണ് UDF-ഉം നിലപാട് ഘടിപ്പിച്ചത്. സദാചാര ലംഘനം ആരോപിക്കപ്പെടുന്ന യാളെ സ്ഥാനാർത്ഥിയാക്കിയവരാണ് യഥാർത്ഥ കുറ്റക്കാരെന്ന് CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ മുതിർന്ന നേതാവ് PK ഗുരുദാസ് വിമർശിച്ചിരുന്നു. നടനെന്ന അദ്ദേഹത്തിന്റെ ജനപ്രീതി പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയാക്കിയ സംസ്ഥാന നേതൃത്വത്തെ ലാക്കാക്കിയുള്ള ഈ വിമർശനം ഇപ്പോൾ ശരിയായിരിക്കുകയാണ്. കാര്യമായ സമ്പർക്കത്തിന് തുനിയാത്തതിനാൽ മുകേഷിനോട് പാർട്ടി പ്രാദേശിക നേതൃത്വം രസത്തിലല്ല. സംസ്ഥാന നേതൃത്വം പിന്തുണയ്ക്കുന്നയാൾ എന്ന് കണ്ട് മുകേഷിനെ ഉൾക്കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാനുള്ള ബാധ്യത അവർ ഏറ്റെടുക്കില്ല. പരിധി വിട്ട് പ്രതിരോധിക്കണമെന്ന അഭിപ്രായം സംസ്ഥാന നേതാക്കൾക്കുമില്ല. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരേണ്ടതില്ലെന്ന അഭിപ്രായത്തിലാണ് നേതാക്കൾ. മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് ക്ഷീണമായെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിമർശനം ഉയർന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ചർച്ചകൾ വാർത്തയായതോടെ സംഭവത്തിൽ പ്രതികരിക്കാതിരിക്കാൻ മുകേഷിന് പറ്റാതായി. മിനു മുനീറിന്റെ ആരോപണം ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് മുകേഷിന്റെ മറുവാദം. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ സത്യം പുറത്തു വരണമെന്നും നിയമപരമായി നേരിടും എന്നുമാണ് മുകേഷ് പറയുന്നത്. മുകേഷ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ 2009-ൽ മിനു വാട്സ്ആപ്പ് സന്ദേശം അയച്ചു എന്നാണ് ഉണ്ടായിരുന്നത്. 2009-ൽ വാട്സ്ആപ്പ് കാര്യമായി പ്രചാരത്തിലില്ലായിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ലാപ്ടോപ്പ് സന്ദേശം അയച്ചു എന്ന് തിരുത്തിയാണ് പ്രസ്താവന ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഒപ്പം ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച അന്വേഷണത്തെയും മുകേഷ് സ്വാഗതം ചെയ്തു. ഇതേ ആരോപണങ്ങൾ ഉയർത്തി 2018-ൽ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ടെന്നും മുകേഷ് പറഞ്ഞു. എന്തായാലും വ്യാപക പരാതികളും വിവാദങ്ങളും ഉയരുന്ന പശ്ചാത്തലത്തിൽ സിനിമാ നയരൂപീകരണ സമിതി അഴിച്ചു പണിതേക്കും എന്ന് ഉറപ്പായി. സിനിമാ നയരൂപീകരണ സമിതി അംഗമായ മുകേഷിനോട് സമിതി അംഗത്വം ഒഴിയാൻ CPM നിർദ്ദേശിച്ചുവെന്നാണ് വിവരം. ഒപ്പം സംവിധായകൻ B. ഉണ്ണികൃഷ്ണനെയും സമിതിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. സമിതിയിൽ നിന്ന് സംവിധായകനും FIFK ജനറൽ സെക്രട്ടറിയുമായ B. ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വിനയനാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. തനിക്കെതിരെ നിലനിന്ന വിലക്കുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി പരാമർശിച്ചാണ് വിനയൻ ഉണ്ണികൃഷ്ണനെതിരെ രംഗത്തെത്തിയത്. അന്യായമായ പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തിയതിന് വിനയൻ നൽകിയ പരാതിയിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ B. ഉണ്ണികൃഷ്ണൻ കുറ്റവാളിയാണ്. സർക്കാരിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കാനാണ് വിനയന്റെ ആവശ്യം. ഷാജി N. കരുൺ അധ്യക്ഷനായ സമിതിയിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി, അഭിനേതാക്കളായ മുകേഷ്, മഞ്ജു വാര്യർ, പത്മപ്രിയ, നിഖില വിമൽ, സംവിധായകനായ രാജീവ് രവി, B. ഉണ്ണികൃഷ്ണൻ, നിർമ്മാതാവ് സന്തോഷ് കുരുവിള എന്നിവർ അംഗങ്ങളായിരുന്നു. വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാട്ടി മഞ്ജു വാര്യരും രാജീവ് രവിയും പിന്മാറിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നയരൂപീകരണത്തിന്റെ കരട് തയ്യാറാക്കാനാണ് സമിതിയെ നിയോഗിച്ചത്. സമിതിയുടെ ആരംഭത്തിൽ തന്നെ കല്ലുകടി തുടങ്ങിയിരുന്നു. തന്നോട് ആലോചിക്കാതെയാണ് സമിതി അംഗമാക്കിയതെന്ന് സംവിധായകനും ഛായാഗ്രാഹകനുമായ രാജീവ് രവി പറഞ്ഞിരുന്നു. സിനിമാ മേഖലയിലെ ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ ട്രേഡ് ബോഡികളെ നയരൂപീകരണ സമിതിയുടെ ഭാഗമാക്കിയില്ലെന്ന പരാതിയും പിന്നാലെ ഉയർന്നു.
സമിതി നയരൂപീകരണത്തിനായി തയ്യാറാക്കിയ കോൺക്ലേവുമായി സഹകരിക്കാൻ ഇതിലെ ചില അംഗങ്ങൾ താൽപ്പര്യമുണ്ടായിരുന്നില്ല. സമിതിയുടെ പ്രവർത്തനങ്ങളിൽ WCC നിരാശ പ്രകടിപ്പിച്ചിരുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് പത്മപ്രിയയാണ് സമിതി അംഗമാക്കിയിരുന്നതെങ്കിലും പത്മപ്രിയയും മഞ്ജു വാര്യരും സമിതിയിൽ നിന്ന് വിട്ടുനിന്നു. ഇത്തരത്തിൽ അപൂർണമായ സമിതി പ്രവർത്തനം തുടങ്ങവെയാണ് ഇപ്പോൾ സമിതി അംഗത്തിനെതിരെ പീഡന ആരോപണം ഉയരുന്നത്. ഇതോടെ സർക്കാരും CPM-ഉം പ്രതിരോധത്തിലായി. വിഷയത്തിൽ പുതിയ തീരുമാനം വന്നില്ലെങ്കിൽ സർക്കാർ ഇരകൾക്കൊപ്പം നിൽക്കുന്നില്ലെന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് CPM-നുണ്ട്. അതിനാൽ സമിതിയെ തന്നെ ഉടച്ചു വാർക്കാനാണ് തീരുമാനം. നിലവിലെ സമിതിയിൽ നിന്ന് താല്പര്യമില്ലാത്തവരെ ഉൾപ്പെടെ ഒഴിവാക്കിയും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയുമാകും നയരൂപീകരണ സമിതിയെ പൊളിച്ചു പണിയുക. ഷാജി N. കരുൺ ചെയർമാൻ സ്ഥാനത്ത് തുടർന്നേക്കും.